ഹരി ഓം. ദശകം 39, ശ്ലോകം 3. തതസ്ത്വതനുജാരഭക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. പദച്ഛേദം നോക്കാം. തതഃ ത്വത് അനുജാരവ. തതഃ ത്വത്, തതസ്ത്വത് അനുജാരവ, തതസ്ത്വതനുജാരവ ക്ഷപിത നിദ്ര വേഗദ്രവത്. തതസ്ത്വതനുജാരവ ക്ഷപിത നിദ്ര വേഗദ്രവത് ഭട ഉത്കരഃ നിവേദിത. ഭടോത്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ. പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ. അത് പ്രസവ വാർത്തയൈവാർത്തിമാൻ. പ്രസവ വാർത്തയാ ഏവ, അതാണ് പ്രസവ വാർത്തൈവ. പിന്നത്തേത് ആർത്തിമാൻ. അപ്പോൾ ഒരുമിച്ച് വരുമ്പം ആ ആയങ്ങ് പോകുന്നു. പ്രസവ വാർത്തയൈവാർത്തിമാൻ. ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചികുര ഉത്കരഃ ത്വരിതം. ചികുര വിമുക്ത ചികുര ഉത്കരഃ ത്വരിതം. ഉത്കരഃ കഴിഞ്ഞിട്ട് ഉത്കര കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, അത് കഴിഞ്ഞ് വരുന്നത് ത്വരിതം. അപ്പോൾ ഉത്കരഃ ത്വരിതം, ഉത്കരസ്ത്വരിതം. ത്വരിതം അം കഴിഞ്ഞിട്ട് ആപതൻ. അപ്പോൾ ഉത്കരസ്ത്വരിതമാപതൻ ഭോജരാട്. ഒരുമിച്ച് വായിക്കുമ്പം വിമുക്ത ചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട്. വിമുക്ത ചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടഃ ഇവ ദൃഷ്ടവാൻ ഭഗിനികാ കരേ കന്യകാം. അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തതസ്ത്വതനുജാരഭക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചുകുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ദശകം 39 ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ 3 ദേവകി പ്രസവിച്ച വിവരം അറിഞ്ഞ് കംസൻ വന്നു നോക്കിയപ്പോൾ കാണുന്നത് പെൺകുഞ്ഞിനെയാണ്. തതഃ ത്വതനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്ത ചിഗരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ടഃ ഇവ ഭഗിനികാകരേ കന്യകാം ദൃഷ്ടവാൻ. തതഃ അതിനുശേഷം ത്വതനുജാരവക്ഷപിത നിദ്രവേഗദ്രവത്. ത്വതനുജാരവ നിന്തിരുപടിയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭടോത്കര നിവേദിത ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വാർത്തയാ ഏവ പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ത്വതനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ നിന്തിരുവടിയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭൃത്യന്മാർ ചെന്നറിയിച്ച പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട്. ആർത്തിമാൻ പരിഭ്രമിച്ച് വിമുക്ത ചിഗുരോത്കരഃ എന്ന് വെച്ചാൽ തലമുടി കിടക്കയിൽ കിടന്നത് എണീറ്റതല്ലേ, അപ്പോൾ അഴിഞ്ഞ് തലമുടിയൊക്കെ അഴിഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ പരിഭ്രമിച്ച് അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെ ഉടനെ പാഞ്ഞു വന്ന കംസൻ. അതാണ് ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട്. ഭോജരാട് എന്ന് പറഞ്ഞാൽ കംസനെ. അതുഷ്ടഃ ഇവ ഭഗിനികാകരേ കന്യകാം ദൃഷ്ടവാൻ.
സന്തോഷമില്ലാത്ത വധം. അതാണ് അതുഷ്ടഃ ഇവ. അതുഷ്ടഃ ഇവ സന്തോഷമില്ലാത്ത വിധം ഭഗിനികാകരേ കന്യകാം ദൃഷ്ടവാൻ. സഹോദരിയായ ദേവകിയുടെ കയ്യിൽ പെൺകുഞ്ഞിനെയാണ് കണ്ടത്. അപ്പോൾ പെൺകുഞ്ഞിനെ കണ്ടതോടുകൂടി കംസന് സന്തോഷമില്ലാതെയായിപ്പോയി. ഭട്ടതിരിപ്പാട് പറയണു, അങ്ങയുടെ സഹോദരിയുടെ കരച്ചിൽ കേട്ട് ഞെട്ടി ഉണർന്ന കാവൽക്കാർ ദേവകിയുടെ 8ാമത്തെ പ്രസവ വാർത്ത അറിയിക്കുവാനായിട്ട് കംസൻ്റെ അടുക്കലെത്തി. അറിയിച്ചു. വിവരമറിഞ്ഞ കംസൻ അലങ്കോലമായി കിടന്ന തലമുടി ഒന്ന് ഒതുക്കി വയ്ക്കുവാൻ പോലും കൂട്ടാക്കാതെ ഭയാക്രാന്തനായിട്ട് തൻ്റെ അന്തകനായിട്ട് ജനിച്ച ശിശുവിനെ കാണാനായിട്ട് ആ സൂതികാഗൃഹത്തിലേക്ക് പാഞ്ഞു ചെന്നു. തൻ്റെ സഹോദരിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ കണ്ടിട്ട് അസന്തുഷ്ടനും അതൃപ്തനുമായി ഭവിച്ചു. അപ്പോൾ ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലുമെന്നാണല്ലോ അശരീരി വാക്ക് കേട്ടത്. അപ്പോൾ എന്നാൽ ഇവിടെ അതിന് എതിരായിട്ട് ആ ദേവകിക്ക് 8ാമത്തെ പ്രസവത്തിൽ പുത്രന് പകരം ഒരു പുത്രിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ, ഒരു പുത്രൻ തന്നെയാണല്ലോ ജനിക്കേണ്ടിയിരുന്നത്, അങ്ങനെ തന്നെയാണല്ലോ എന്നിങ്ങനെ ഒരു സംശയം കംസൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അപ്പം അഥവാ 8ാമത്തെ സന്തതി ഒരു പുത്രിയായാൽ അവൾ എങ്ങനെ തൻ്റെ അന്തകയായി ഭവിക്കും? അപ്പം അന്തകൻ എന്നല്ലേ പറഞ്ഞിരുന്നത്, എങ്ങനെ അന്തകയായി ഭവിക്കും? ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ് കംസൻ അസന്തുഷ്ടനും അതൃപ്തനുമായിട്ട് ഭവിച്ചത്. തതസ്ത്വതനുചാരഭക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്തചുകുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം.